എസ് ബി ഐയുടെ ഏറ്റവും ജനപ്രിയമായ രണ്ട് ക്രെഡിറ്റ് കാർഡുകളാണ് സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡ്, സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ്. ആദ്യമായി ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എസ് ബി ഐയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ക്രെഡിറ്റ് കാർഡുകളാണിവ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എസ് ബി ഐ സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡ്, എസ് ബി ഐ സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡ് എന്നിവയുടെ ഗുണങ്ങളും ദോഷങ്ങളും, കാർഡിൻ്റെ ഫീസ്, ചാർജ് തുടങ്ങിയവ എങ്ങനെയാണ് വരുന്നത്, ഈ കാർഡുകൾ എടുത്താൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, കാർഡ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ കാർഡിന് അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. എസ് ബി ഐ അക്കൗണ്ട് ഉള്ളവർക്കും എസ് ബി ഐയിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഈ രണ്ട് ക്രെഡിറ്റ് കാർഡും അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് വേണം നമ്മൾ ക്രെഡിറ്റ് കാർഡുകൾ തിരഞ്ഞെടുക്കാൻ. അല്ല എങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതെ പോകും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാർഡ് ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് KYC വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ കാർഡ് നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് എസ് ബി ഐ സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് നമുക്ക് കാർഡ് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 60 ദിവസത്തിനകത്ത് നമ്മൾ 2000 രൂപ ഉപയോഗിച്ചാൽ, അതായത് നമ്മൾ ഏതെങ്കിലും ആമസോണിന്, ഫ്ലിപ്കാർട്ട് പോലുള്ള കൊമേഴ്സ് വെബ്സൈറ്റിൽ നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ പെട്രോൾ പമ്പിലോ എങ്ങനെയായിരുന്നാലും നമ്മൾ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ 2000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 റിവാർഡ്സ് പോയിന്റ് ലഭിക്കും. ഈ 2000 റിവാർഡ്സ് പോയിന്റിനെ നമുക്ക് 500 രൂപയായിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് 4 റിവാർഡ്സ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയാണ്. അതായത് 4 റിവാർഡ്സ് പോയിന്റ് ചേരുമ്പോൾ 1 രൂപ വരും. അങ്ങനെ നമുക്ക് 2000 60 ദിവസത്തിനുള്ളിൽ 2000 രൂപ ചിലവാക്കുമ്പോൾ നമുക്ക് 2000 റിവാർഡ്സ് പോയിന്റ് ലഭിക്കുന്നതാണ്. അതിന് നമുക്ക് കൺവെർട്ട് ചെയ്ത് 500 രൂപയായിട്ട് തിരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ഗ്രോസറി ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ ഡൈനിങ് ആൻഡ് മൂവി, ഏതെങ്കിലും സിനിമ തിയേറ്ററിലോ നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 റിവാർഡ്സ് പോയിന്റ് ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്കിതിനെയും 4 റിവാർഡ്സ് പോയിന്റിനെ കൺവെർട്ട് ചെയ്ത് 1 രൂപയായിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സർചാർജ് റിവേഴ്സലാണ്. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1% സർചാർജ് കിട്ടും. അതായത് നമ്മൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ 1 രൂപ സർചാർജ് കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് 500 രൂപ മുതൽ 3000 രൂപ വരെ നമുക്ക് ഒരു മാസം നമുക്ക് ഇത് ലാഭിക്കാൻ പറ്റും. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് വാഹനം ഓടുന്ന ആളാണ്, ഏതെങ്കിലും വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്ന വലിയ വാഹനങ്ങളോ ചെറിയ വാഹനങ്ങളോ ഉള്ളവർക്ക് ഈ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള ആവശ്യക്കാർ, അതായത് വാഹനങ്ങളൊക്കെ ഓടുന്നവർ ഈ കാർഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വരുന്നത് ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് റിവേഴ്സ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപ, അതായത് ഒരു കാർഡ് എടുത്ത് 1 വർഷത്തിനുള്ളിൽ നമ്മൾ 1 ലക്ഷം രൂപ ഈ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ, നമ്മൾ 1 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ ആണ് നമുക്ക് ഒരു വർഷത്തെ വാർഷിക ഫീസ് വരുന്നത്. അത് നമുക്ക് കുറച്ച് തരുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ വരുന്നത് നമുക്ക് ആഡ് ഓൺ കാർഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അതായത് നമ്മൾ ഈ കാർഡ് കിട്ടിയതിന് ശേഷം എസ് ബി ഐ കാർഡ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിനകത്ത് പോയിട്ട് നമുക്ക് ആഡ് ഓൺ കാർഡ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയോ പേരിൽ, 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ പേരിൽ നമുക്ക് മറ്റൊരു ക്രെഡിറ്റ് കാർഡിന് ഇതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള എത്ര രൂപയാണോ ക്രെഡിറ്റ് ലിമിറ്റ്, അതേ എമൗണ്ടിൻ്റെ പകുതിയോ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് ആ കാർഡിലേക്ക് കൺവെർട്ട് ചെയ്യാം. അപ്പോൾ ബില്ല് വരുന്നത് നമ്മുടെ ഈ കാർഡിലായിരിക്കും. ഇതാണ് ആഡ് ഓൺ കാർഡ്. അപ്പോൾ ഇതും വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള മറ്റൊരാൾക്കും കൂടെ ഈ ഒരു കാർഡ് കൊടുത്ത് ഷെയർ ചെയ്യാനും ആ ബില്ല് നമുക്ക് അടയ്ക്കാനും പറ്റുന്നൊരു സംവിധാനമാണ്. സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീസ് ചാർജസ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 499 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഒരു വർഷം 1 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 499 രൂപ എന്ന് പറയുന്നത് പ്ലസ് GST എന്ന് പറയുന്നത് നമുക്ക് മാറ്റി കിട്ടും, അത് കൊടുക്കേണ്ടി വരില്ല. പിന്നെ വരുന്നത് നമുക്ക് ആദ്യം നമുക്ക് 499 രൂപ പ്ലസ് GST എന്ന് പറഞ്ഞ് 500 രൂപ നമുക്ക് കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കാർഡിൽ നിന്നും അവരെടുക്കുന്നതാണ്. അത് നമുക്ക് തിരിച്ച് കിട്ടും. നമ്മൾ 60 ദിവസത്തിനുള്ളിൽ 2000 രൂപ, ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ 2000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് ആ 500 രൂപ റിവാർഡ്സ് പോയിൻ്റായിട്ട് തിരിച്ച് കിട്ടും. അത് നമ്മൾ റെഡീം
ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫീസ് ചാർജ് കാര്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒഴിവായി കിട്ടും എന്ന് സാരം. അപ്പോൾ SBI സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത് നമുക്ക് കാർഡ് കൃത്യമായി നമ്മൾ ബില്ല് അടയ്ക്കുക എന്നുള്ളതാണ്. ബില്ല് അടച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഡ്യൂ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പലിശ വരും, അല്ലെങ്കിൽ ചാർജസ് വരും. അതുപോലെ നമുക്ക് ATM കാർഡിൽ ലിമിറ്റ് ഉണ്ടാവും. ATM മെഷീനിൽ നിന്നും പൈസ എടുക്കുന്നതിനുള്ള ലിമിറ്റേഷൻസും നമ്മൾ നോക്കിയിട്ട് എടുക്കണം. നമ്മൾ ATM മെഷീനിൽ നിന്നും പൈസ പിൻവലിക്കുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും 500 രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ATMിൽ നിന്നും പൈസ പിൻവലിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യ സമയങ്ങളിൽ പൈസ ഇല്ലെങ്കിൽ മാത്രം ATM വഴി പൈസ പിൻവലിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ കാർഡ് ആർക്കൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. 23 വയസ്സ് തികഞ്ഞ ഏതൊരാൾക്കും ഈ കാർഡിന് അപ്ലൈ ചെയ്യാം. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 700 അതിന് മുകളിലോ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സിബിൽ സ്കോർ എത്രയാണെന്ന് അറിയാൻ വളരെ എളുപ്പമാണ്. ഗൂഗിൾ പേയിലോ പേടിഎമ്മോ പോലെയുള്ള ആപ്പിനകത്ത് സിബിൽ സ്കോർ എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ സ്കോർ അറിയാം. പിന്നെ ഒരു കാര്യം, നിങ്ങളൊരു സാലറി എംപ്ലോയി ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായി ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം വരുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടെക്നോ പാർക്ക് പോലെയുള്ള IT കമ്പനികളിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങളുടെ ഷോറൂം കമ്പനികളോ അങ്ങനെ ഏതായിരുന്നാലും നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്നുള്ള സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരാളാണെങ്കിൽ മന്ത്ലി ഒരു 25,000 രൂപയോ അതിന് മുകളിലോ സാലറി നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർഡിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാർഡ് ലഭിക്കുന്നതിനുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇൻകം പ്രൂഫ്, 3 കാര്യം മാത്രം മതി. ആധാർ കാർഡ്, പാൻ കാർഡ്, ഇൻകം പ്രൂഫ്, ഇത്രയും നമ്മൾ ഇൻകം പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്ലി സാലറി ക്രെഡിറ്റ് ആവുന്നതിൻ്റെ നമ്മൾ 1-6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, ഇത്രയും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ലഭിക്കുന്നതാണ്. 15 ദിവസത്തിനുള്ളിൽ കാർഡ് ലഭിക്കും. നമുക്ക് വീഡിയോ KYC വഴി നമുക്ക് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ KYC കാർഡിന് അപ്ലൈ ചെയ്യുന്നുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാർഡിന് അപ്ലൈ ചെയ്യാം. അടുത്ത SBIയുടെ കിടിലം ക്രെഡിറ്റ് കാർഡാണ് സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ്. അതായത് നമ്മുടെ ആദ്യം പറഞ്ഞ SBI സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് കാർഡ് ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ വർഷത്തെ ആനുവൽ ഫീ പ്ലസ് ടാക്സ് അതിലങ്ങ് പോയി കഴിയും. അപ്പോൾ ആനുവൽ ഫീസ് എന്ന് പറഞ്ഞാൽ 499 രൂപയാണ്. അത് നമുക്ക് കൊടുക്കേണ്ടി വരില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈ സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡിനേക്കാളും സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ആമസോണിലൊക്കെ മിക്ക സമയത്തും അല്ലെങ്കിൽ ബിഗ് മില്യൺ ഡേയ്സ് ഒക്കെ പോലുള്ള സമയങ്ങളിലൊക്കെ 10% നമുക്ക് വിലക്കുറവിൽ കിട്ടും. സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡിനും ഇത് 10% കിട്ടും. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ റിവാർഡ്സ് പോയിന്റ് കൂടെ കിട്ടും. അതായത് 10 റിവാർഡ്സ് പോയിന്റ് ഓരോ പർച്ചേസിനും നമുക്ക് കിട്ടും. അതായത് ആമസോണിൽ മാത്രമല്ല, അപ്പോളോ, അതുപോലെ ബുക്ക് മൈ ഷോ, സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ക്ലിയർ ടിപ്പ്, വാഹനങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത്, ഈസി ഡിന്നർ, അങ്ങനെയൊക്കെയുള്ള കുറേ വെബ്സൈറ്റുകളിൽ നമുക്ക് കിട്ടും. പിന്നെ വരുന്നത് നമുക്ക് ഈ വൗച്ചറാണ്. അതായത് നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2000 രൂപയുടെ ഈ വൗച്ചർ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ SBI കാർഡ് എന്ന് പറഞ്ഞ ആപ്പിനകത്ത് നമുക്ക് 2000 രൂപയുടെ വൗച്ചർ തന്നെ കിട്ടും. പക്ഷേ നമ്മൾ ഈ സിംപ്ലി സേവിനകത്ത് നമുക്ക് റിവാർഡ്സ് പോയിൻ്റാണ് കിട്ടുന്നത് 2000 രൂപയുടെ. അത് നമുക്ക് 2000 രൂപയുടെ റിവാർഡ്സ് പോയിന്റ് കിട്ടി 500 രൂപയെ നമുക്ക് കിട്ടും. പക്ഷേ ഇത് അങ്ങനെയല്ല. നമുക്ക് 1 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ വൗച്ചറായിട്ട്, അപ്പോൾ നമുക്ക് ഈ വൗച്ചർ നമുക്ക് ഏതെങ്കിലും സൈറ്റുകളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ 2 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആനുവൽ ഒരു വർഷത്തിലാണ് നമുക്ക് പ്ലസ് 2000 രൂപ വീണ്ടും കിട്ടും. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഈ കാർഡിൻ്റെ ഏറ്റവും വലിയ സിംപ്ലി ക്ലിക്കിൻ്റെ മറ്റൊരു നേട്ടം. പിന്നെ നമുക്ക് 1% ഇത് നമുക്ക്
ഫ്യൂവൽ സർചാർജ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ 10 രൂപ അപ്പോഴേ തന്നെ കുറഞ്ഞ് കിട്ടും. നമുക്കിങ്ങനെ ഒരു വർഷമല്ല എല്ലാ മാസവും നമുക്ക് 500 രൂപ മുതൽ 3000 രൂപ വരെ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാം. വലിയ എമൗണ്ടിനൊക്കെ കൃത്യമായിട്ട് പെട്രോൾ അടിക്കുന്നവർക്ക്, ഫ്യൂവൽ നിറയ്ക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ ആനുവൽ ഫീ റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10 ലക്ഷം രൂപ നമ്മളിതിൽ ചിലവാക്കുകയാണെങ്കിൽ ആനുവൽ ഫീസായിട്ട് 499 രൂപ, അതായത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ ഇത് മാത്രമാണ് എനിക്കിതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. കാരണം നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം മുതൽ 10 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ 499 രൂപ ആനുവൽ ഫീസ് അവർ നമുക്ക് കൊടുക്കാതെ ഇരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നല്ല രീതിയിൽ കാർഡ് ഉപയോഗിക്കുന്നവർക്കായിരിക്കും സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ്, ഈ രണ്ടാമത് പറയുന്ന കാർഡ് ഉപയോഗിക്കുന്നത് നല്ലത്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 2-3 ലക്ഷം രൂപയുടെ മാത്രം ട്രാൻസാക്ഷൻസ്, സാധനങ്ങൾ വാങ്ങുന്നതും പെട്രോൾ അടിക്കുന്നത്, ഇപ്പോൾ ഇത് രണ്ടും റുപ്പേ കാർഡായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിലോ ഏത് UPI ആപ്പിനകത്ത് നമുക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് എല്ലാ മാസവും ഈ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത മാസം പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആദ്യ കാർഡിൽ കുറച്ച് ഉപയോഗം മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് നേട്ടമാണ്, നമുക്ക് വലിയ ചാർജസ് ഒന്നും വരില്ല. പക്ഷെ നമുക്ക് കൂടുതൽ 10 ലക്ഷം രൂപ ഒരു വർഷത്തിൽ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ, 10 ലക്ഷം രൂപ ഒരുമിച്ചല്ല, 1 രൂപ 2 രൂപ വീതം ഗൂഗിൾ പേ വഴിയായിരുന്നാലും മതി. തീർച്ചയായിട്ടും 10 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും മിക്കവർക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ കാർഡ് എടുക്കുക. അപ്പോൾ ഫീസ് ചാർജസ് ആയിട്ട് വരുന്നത് നമ്മൾ ജോയിനിങ് ഫീ എന്ന് പറഞ്ഞാൽ 499 രൂപ പ്ലസ് GST ആണ്. ഇത് നമ്മുടെ മാസത്തെ ബില്ലിൽ നിന്നും ഇതവരെടുക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇത് ആദ്യം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഗിഫ്റ്റ് കാർഡായിട്ട്, ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് റിന്യൂവൽ ഫീ ആണ്. നമുക്ക് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 499 രൂപയാണ് ചാർജ്. ഇത് നമുക്ക് നമ്മൾ 10 ലക്ഷം രൂപയുടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ പൈസയും തിരിച്ചു കിട്ടുന്നതാണ്. അടുത്ത് ഈ കാർഡ് ആർക്കൊക്കെയാണ് കിട്ടുന്നത്? കഴിഞ്ഞ കാർഡ് പറഞ്ഞതുപോലെ സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡിൻ്റെ അതേ ക്വാളിറ്റി ഉള്ളവർക്കാണ് ഈ കാർഡും കിട്ടുന്നത്. 23 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് 25,000 രൂപ സാലറി വരുന്ന ഒരു എംപ്ലോയി ആയിരിക്കണം. പിന്നെ 700 മുകളിൽ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ആധാർ കാർഡ്, പാൻ കാർഡ്, ഇൻകം പ്രൂഫായിട്ടുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ സാലറി സ്ലിപ്പ്, ഏതെങ്കിലും ഒരു കാര്യം കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പൊതുവിൽ ഈ 2 കാർഡുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു റിവാർഡ്സ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ അത് ഒരു ഗുണമാണ്. അപ്പോൾ നമ്മൾ 1000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 റിവാർഡ്സ് പോയിന്റ് കിട്ടും. പിന്നെ നമുക്ക് ആഡ് ഓൺ കാർഡ് ഞാൻ പറഞ്ഞു, 18 വയസ്സിന് മുകളിലുള്ള വീട്ടിലുള്ളവർക്ക് ഈ ആഡ് ഓൺ കാർഡ് കിട്ടും. പിന്നെ വരുന്നത് നമുക്ക് ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ള, നമുക്ക് ഇഷ്ടമുള്ള കാർഡ് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്നവരാണെങ്കിൽ മാത്രം വിസ കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. മിസയോ മാസ്റ്റർ കാർഡോ അല്ല എങ്കിൽ നിങ്ങൾ റുപ്പേ കാർഡ് തന്നെ ചെയ്യുക. കാരണം UPI ആപ്പുകളിൽ നമുക്ക് അത് ലിങ്ക് ചെയ്ത് നമുക്ക് കാർഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് യൂട്ടിലിറ്റി പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് മൊബൈൽ റീചാർജ്, ബിൽ പേയ്മെൻറ്റുകൾ, കറണ്ട് ബില്ല് തുടങ്ങിയവയെല്ലാം നമുക്ക് കാർഡ് വഴി നമുക്ക് അടയ്ക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് അടയ്ക്കാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് ബാലൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, EMI ആയിട്ട് കൺവെർട്ട് ചെയ്യാം. അതായത് ഈ 2 കാർഡുകളിലും നമുക്ക് ഒരു വലിയ ഒരു 25,000 രൂപ നമ്മൾ ഒരു സാധനം ഓൺലൈനിൽ വാങ്ങിയതിന് ശേഷം നമുക്കിതിനെ EMI ആയിട്ട് കൺവെർട്ട് ചെയ്യാം. അത് 2 കാർഡിനുള്ള ബെനിഫിറ്റാണ്. പിന്നെ നമുക്ക് ബാലൻസിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ഉപയോഗിക്കാത്ത പൈസ ഒരു വർഷം, നമുക്ക് ഒരു മാസത്തേക്ക് 50,000 രൂപ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. നമ്മളൊരു 20,000 രൂപയെ ഉപയോഗിച്ചുള്ളൂ, 30,000 രൂപ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ബാങ്കിൽ, ഇപ്പോൾ ആക്സിസ് ബാങ്കിലോ ICICI ബാങ്കിലോ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതും ഇതിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഫ്ലെക്സി EMI ആയിട്ട് വരുന്നു. നമുക്ക് വളരെ മികച്ച കുറേ കാര്യങ്ങൾ കൂടെ ഇതിനകത്തുണ്ട്, ഇതിന് പുറമേ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷവശം, ഈ 2 കാർഡിൻ്റെയും പൊതുവായി വരുന്നൊരു ദോഷവശം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ കാർഡിന് അപ്ലൈ ചെയ്ത് നമുക്ക് കാർഡ് കയ്യിൽ കിട്ടുമ്പോൾ ഇത് കാർഡ് ഒരു പാക്കറ്റായിട്ടാണ് വരുന്നത്. ഈ കാർഡിൻ്റെ കൂടെ നമുക്കൊരു വെൽക്കം ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സംഭവം, ഒരു QR കോഡ് കൂടെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ കാർഡ് നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കാർഡിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്നും വിളിക്കും. ഇവർ പറയും കുറേ ഗിഫ്റ്റ്
പറയും. അതായത് നമ്മൾക്ക് ഇത് ഓൺലൈനായിട്ട് ഡോക്ടറെ കൺസൾട്ടൻസി കിട്ടും, നമുക്ക് ഇൻഷുറൻസ് കിട്ടും, ഇങ്ങനെ കുറേ അൺലിമിറ്റഡ് ആയിട്ട് കുറേ ഓഫറുകൾ അവർ പറയും. ഇതെല്ലാം കൂടെ നമുക്ക് ലഭിക്കണമെങ്കിൽ 2500 രൂപ പേ ചെയ്യണമെന്ന് പറയും. അതായത് നമ്മൾ ഒന്നിലമർത്തുക അല്ലെങ്കിൽ രണ്ടിലമർത്തുക എന്ന് അവർ പറയും. അപ്പോൾ നമ്മൾ രണ്ടിലോ ഒന്നിലോ അമർത്തി കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഇത് എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ പോലെ ഇങ്ങനെ കുറേ സംഭവം നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് നമ്മുടെ കാർഡിൽ നിന്ന് 2500 രൂപ കട്ടാവും. അപ്പോൾ ഇത് ശരിക്കും നമ്മളെ പറ്റിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ അവർ തരുമ്പോൾ, വെൽക്കം ഗിഫ്റ്റ് ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് നേട്ടം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് റിവാർഡ്സ് പോയിന്റുകൾ കിട്ടി, അതിൽ നിന്നും നമുക്കൊരു ലാഭം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുക്കാതിരിക്കുക. കാരണം ഇത് അതിന് നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. 2 കാർഡിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇതിന് വേറെ ദോഷവശങ്ങളൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് ബില്ലടച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എല്ലാ മാസവും കടമായി കിട്ടുന്ന പൈസ ഉപയോഗിച്ച് അതിൽ നിന്നും ചെറിയൊരു വരുമാനം പോലെ ലാഭം കിട്ടുകയും ചെയ്യും. നല്ല രീതിയിലുള്ള 2 കാർഡുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്.